ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മളൊരു പാനൽ ബോർഡ്, അതായത് ബിൽഡിങ്ങിനൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്ലാറ്റുകളൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ അകത്ത് വരുന്ന പാനൽ ബോർഡ് വർക്കിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതിൻ്റെ ട്രേ കാര്യങ്ങളൊക്കെ അതിന് കൊടുത്തിരിക്കുന്നത്, പിന്നെ ബസ് ബാർ എങ്ങനെയാണ്, അത് എങ്ങനെയാണ് KCBയിൽ നിന്ന് ഡയറക്റ്റ് കണക്ഷൻ എങ്ങനെയാണ് ഇതിൻ്റെ അകത്തേക്ക് വരുന്നത്, ട്രാൻസ്ഫോമറിൽ നിന്ന് നേരിട്ട് അകത്തേക്ക് വരുന്നത്, ബിൽഡിങ്ങിലേക്ക് വരുന്നത്, അതിൽ നിന്ന് എങ്ങനെയാണ് സെപ്പറേറ്റ് മീറ്ററുകൾ എടുത്ത് ഓരോ ബിൽഡിങ്ങിൻ്റെ ഓരോ ഷോപ്പുകളുണ്ടെങ്കിൽ ആ ഷോപ്പുകളിലേക്ക് എങ്ങനെ കണക്ഷൻസ് എങ്ങനെയാണ്, അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് നോക്കുന്നത്. ആദ്യമേ തന്നെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ 3 ഫേസ് RYB എന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു 70ൻ്റെ കേബിളാണ് KCBയിൽ നിന്നും KCBയുടെ ലൈനിൽ നിന്നും നേരെ മുകളിലേക്ക് പോയതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നേരെ വന്ന് ട്രേ ആണ് ചെയ്തിരിക്കുന്നത്. KCBയുടെ ലൈനിൽ നേരെ വന്നതിന് ശേഷം KCBയിൽ നിന്ന് KCBയുടെ ട്രാൻസ്ഫോമറിൽ നിന്ന് നേരിട്ട് നമ്മുടെ ഈ പാനൽ ബോർഡിലേക്കാണ് വരുന്നത്. 70ൻ്റെ കേബിൾ RYB എന്ന് പറയുന്ന 3 ഫേസും ഒരു ന്യൂട്രലാണ് വരുന്നത്. R എന്ന് ഉദ്ദേശിച്ച റെഡ്, Y യെല്ലോ, ബ്ലൂ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൂ മൂന്നാമത്തെ ഫേസ്, പിന്നെ വരുന്നത് ന്യൂട്രൽ. അങ്ങനെ 3 ഫേസും ഒരു ന്യൂട്രലുമാണ് നമ്മുടെ മെയിൻ സെക്ഷനിലേക്ക് വരുന്നത്. ഈ മെയിൻ സെക്ഷൻ വരുന്നത് നേരെ വരുന്നത് നമ്മുടെ KCB തരുന്ന സപ്ലൈ ഇതിൻ്റെ അകത്തേക്കാണ് വരുന്നത്, ഈ പാനൽ ബോർഡിലേക്കാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് നേരെ ആ പാനൽ ബോർഡിലേക്ക് കണ്ട ബസ് ബാർ വഴി വേറെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ മെയിൻ കൺട്രോളിങ് യൂണിറ്റ് ആണ്. അതിൻ്റെ താഴെ 4 ബസ് ബാർ നിങ്ങൾ കാണാം. അതായത് RYB എന്ന് പറയുന്നിരിക്കുന്ന അലൂമിനിയത്തിൻ്റെ RYB എന്ന് പറയുന്ന അലൂമിനിയത്തിൻ്റെ ഷീറ്റ് തന്നെയാണ് ബസ് ബാർ വരുന്നത്. അതായത് കട്ടിയുള്ള റോഡ് തന്നെയാണ് വരുന്നത്. അത് നേരെ താഴേക്ക് വന്നതിന് ശേഷം ഈ ബസ് ബാറിൽ നിന്നാണ് ഈ പറയുന്ന എല്ലാ സെക്ഷനിലേക്കും പല ബിൽഡിങ്ങുകളുടെ പല ഷോപ്പുകളുണ്ട്. ഈ ഷോപ്പുകളിലേക്ക് എല്ലാത്തിലേക്കും എല്ലാ മീറ്ററിൻ്റെ സെക്ഷനിലേക്കും പോകുന്ന ഈ ബസ് ബാർ വഴിയാണ്. ഇതാണ് അതിൻ്റെ മെയിൻ കൺട്രോളിങ് യൂണിറ്റ്. അതിൻ്റെ ലിവറാണ് ഓൺ ഓഫ് സ്വിച്ച് വരുന്നത്, ഓൺ ഓഫ് വരുന്നത് കണ്ട നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ മെയിൻ KCBയിൽ നിന്ന് നേരിട്ട് വരുന്നത് ഈ മെയിൻ കൺട്രോളിങ് യൂണിറ്റിലേക്ക് വരുന്നു. അതിനുശേഷം നമ്മൾ ഓൾറെഡി ഈ പറയുന്ന ഓൺ ഓഫ് സ്വിച്ചിലേക്കാണ് വരുന്നത്. അതായത് 0 എന്ന് പറയുന്നത് ഓഫ് പൊസിഷൻ, 1 എന്ന് പറയുന്നത് ഓൺ പൊസിഷൻ. ഇതിന് ശേഷമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെയാണ് അതിൻ്റെ അകത്ത് ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഓൺ ഓഫ് സ്വിച്ചിന് ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ലോക്ക് ചെയ്യാനുള്ള സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് പറയുന്ന ഇതിൻ്റെ ഔട്ട് താഴെ നിങ്ങൾ കാണുന്ന RYB എന്ന് പറയുന്ന താഴത്തെ ഔട്ട് എല്ലാ മീറ്റർ ബോക്സിൻ്റെ സെക്ഷനിലേക്ക് ഈ ബസ് ബാർ വഴിയാണ് പോകുന്നത്. കാരണം നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ പല മീറ്ററുകളിൽ വയ്ക്കാനുള്ള ഓപ്ഷനാണ് കാണുന്നത്. നമ്മൾ എത്ര ബിൽഡിങ്ങുകളിലേക്കാണ് കണക്ഷൻ എത്ര ഷോപ്പുകളിലേക്കാണ് കണക്ഷൻ കൊടുക്കുന്നത് അതിൻ്റെ എല്ലാ മീറ്ററുകളും സെപ്പറേറ്റ് ആയിരിക്കും. ഈ മീറ്ററുകൾ സെപ്പറേറ്റ് പോകുന്നതിനെങ്കിൽ നിങ്ങൾക്ക് RYB, അതായത് 3 ഫേസ് കണക്ഷൻ എടുക്കണമെങ്കിൽ 3 ഫേസ് കണക്ഷൻ എടുക്കണമെങ്കിൽ സിംഗിൾ ഫേസ് കണക്ഷൻ ആണെങ്കിൽ സിംഗിൾ ഫേസ് കണക്ഷൻ എടുക്കാവുന്ന രീതിയിൽ വേണ്ടിയിട്ട് ആ മെയിൻ കൺട്രോളിങ് യൂണിറ്റ് ബസ് ബാർ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ സർക്യൂട്ട് പോകുന്ന, അതായത് RYB എന്ന് പോകുന്ന ആ റോഡാണത്. ആ ബസ് ബാറാണ് ഉദ്ദേശിക്കുന്നത്. ആ ബസ് ബാർ വഴി എല്ലാ ഷോപ്പുകളിലേക്കും പോകുന്നതിന് വേണ്ടിയിട്ടുള്ള മീറ്ററിലേക്കാണ് വരുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ സെപ്പറേറ്റ് മീറ്ററുകൾ വെച്ചതിന് ശേഷം നമ്മുടെ എല്ലാ ഏതൊക്കെ ഷോപ്പുകളിലേക്ക് ആവശ്യമായിട്ടുള്ള DBയിലേക്ക് പോകുന്നത്. അത് പോകുന്നത് കേബിൾ വഴിയായിട്ടാണ് പോകുന്നത്. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് കേബിൾ വഴിയാണ് ചെയ്തിരിക്കുന്നത്. അത് ട്രേ അടിച്ചതിന് ശേഷം 30 സെൻറ്റിമീറ്റർ വീതി വരാവുന്ന ട്രേ മൊത്തം ബിൽഡിങ്ങിൽ കൊടുത്തതിന് ശേഷം അതുവഴിയായിട്ടാണ് എല്ലാ ബിൽഡിങ്ങുകളിലേക്കും എല്ലാ ഷോപ്പുകളിലേക്കും കേബിൾ 16ൻ്റെ കേബിൾ, 20ൻ്റെ 22ൻ്റെ 25ൻ്റെ കേബിൾ, അങ്ങനെ എല്ലാ പല 16ൻ്റെ കേബിൾ, അങ്ങനെ പല കേബിളുകളായിട്ടാണ് നമ്മുടെ ബിൽഡിങ്ങുകളുടെ ഷോപ്പുകളിലേക്ക് പോകുന്നത്. ഇത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. KCBയിൽ നിന്ന് വരുന്ന കണക്ഷൻ, മെയിൻ കൺട്രോളിങ് യൂണിറ്റ്, അവിടെ നിന്ന് സെപ്പറേറ്റ് പോകുന്നതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.